എല്ലാവർക്കും നമസ്തേ. ഇന്നലെ നടന്ന വിശ്വാസ സംഗമം അത് അധികാരികൾക്കുള്ള അല്ലെങ്കിൽ സ്വന്തം സമുദായത്തെ വഞ്ചിക്കുന്ന നേതാക്കൾക്കുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് എന്ന് പറയാതെ വയ്യ. കാരണം സർക്കാരിനുള്ള മുന്നറിയിപ്പ് എന്ന് പറഞ്ഞാൽ സർക്കാർ ഈ ആചാരങ്ങളെയും ക്ഷേത്രങ്ങളെയും തകർക്കാൻ ഒരു വശത്ത് തകർക്കാൻ ശ്രമിക്കുമ്പോൾ അതെന്തിനാണെന്ന് വെച്ചാൽ ഒരു വിഭാഗത്തെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഹൈന്ദവമായിട്ടുള്ള എല്ലാ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം തകർക്കാൻ ശ്രമിക്കുമ്പോൾ ഇപ്പുറത്ത് നിങ്ങളോടൊപ്പം നിൽക്കുന്ന സ്ഥാനമാനങ്ങൾ മോഹിച്ചും സമ്പത്ത് മോഹിച്ചും വിശ്വാസികളായിട്ടുള്ളവർ നിങ്ങളോടൊപ്പം നിൽക്കുന്ന സനാതനധർമ്മ വിശ്വാസികൾ അവരെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇതേക്കുറിച്ച് ചിന്തിക്കാത്ത വിശ്വാസികളെ കബളിപ്പിക്കുന്നതിന് വേണ്ടി ഇപ്പുറത്ത് വിശ്വാസി സംഗമം എന്ന പേരിൽ അയ്യപ്പ സംഗമം എന്ന പേരിൽ ഒരു തട്ടിക്കൂട്ട് സംഗമം നടത്തുകയും ചെയ്തപ്പോൾ യഥാർത്ഥ വിശ്വാസികൾ അവരുടെ മനസ്സിൽ എന്താണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് വ്യക്തമാക്കി തരുന്ന ഒരു സമ്മേളനമാണ് ഇന്നലെ പന്തളത്ത് നടന്നത് എന്ന് നിസ്സംശയം പറയാം. നമ്മൾക്കെല്ലാം അറിയാം അവിടെ എന്താണ് ചെയ്തത്. ശീതീകരിച്ച മുറിയിൽ എല്ലാവിധ ശീതീകരിച്ച മുറിയല്ല പന്തലിൽ, വിശാലമായ പന്തലിൽ അത്യന്താധുനിക സൗകര്യങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ട് നടത്തിയതാണ് പന്തളത്തല്ല പമ്പയിൽ സർക്കാരിൻ്റെ ആ ഒരു സംഗമം. അവിടെ ശബരിമല പോയ വിശ്വാസികൾ പോലും അതിലേക്കൂടെ പോയ വിശ്വാസികൾ പോലും അതിനെ തിരിഞ്ഞു നോക്കിയില്ല. അവിടെ വരുന്നവർക്ക് വേണ്ടി വമ്പൻ സദ്യയാണ് ഒരുക്കിയിരുന്നത്. പഴയിടം തിരുമേനി, അദ്ദേഹം നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ അതിപ്രശസ്തൻ, ലോകത്തിൽ തന്നെ വലിയ വിദഗ്ധനായ ഒരു പാചക കലാകാരനാണ് അദ്ദേഹം. ആ പാചക വിദഗ്ധൻ്റെ സദ്യ ഉണ്ടായിട്ട് പോലും അത് ആഗ്രഹമുണ്ടെങ്കിൽ പോലും അതിൽ പോലും പങ്കെടുക്കാതെയാണ് അതുവഴി കടന്നുപോയ വിശ്വാസികൾ ഇതിനോട് നിസ്സംഗത കാണിച്ചത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് സർക്കാർ ചിന്തിക്കണം. ഇതൊരു നിങ്ങൾക്കുള്ള മുന്നറിയിപ്പും നിങ്ങൾക്കുള്ള ഒരു താക്കീതുമാണ്. സർക്കാരിന് മാത്രമല്ല, സർക്കാരിനെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ ഭൂരിപക്ഷ ജനതയെ ദ്രോഹിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM എന്ന് പറയുന്ന ആ പാർട്ടിക്കുള്ള ഒരു മുന്നറിയിപ്പും താക്കീതുമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ അവിടെ കണ്ടത്. ഇത്രയും സൗകര്യം ഒരുക്കിയിട്ടും അവിടെ പങ്കെടുക്കാതിരുന്ന് ഇതിനെതിരെ പ്രതികരിക്കുകയായിരുന്നു ആ വിഭാഗം ചെയ്തത്. ഇതെന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ഈ പച്ചയ്ക്ക് പറഞ്ഞാൽ ഇസ്ലാമിക വിഭാഗത്തിനെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടി ശബരിമലയിൽ ആ രീതിയിലുള്ള അതിക്രമം കാണിച്ചപ്പോൾ, ഹിന്ദു ധർമ്മത്തെ തകർക്കാൻ ശ്രമിച്ചപ്പോൾ ജനങ്ങൾ, ഇവിടുത്തെ വിശ്വാസികളുടെ ഹൃദയത്തിനേറ്റ മുറിവ് അത്രമാത്രം വലുതായിരുന്നു. അവർ പല കാരണങ്ങൾ കൊണ്ടും നിങ്ങളോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളുണ്ട്, CPM-കാരായിട്ടുള്ളവർ. അവരുടെ പല കാരണങ്ങൾ കൊണ്ട് അവർ കൂടുതലും സ്ഥാനമാനങ്ങൾ മോഹിച്ചാണ് അതിൽ കൂടി നിന്നാൽ ഉണ്ടാക്കാവുന്ന സമ്പത്തിനെ കുറിച്ച് ഓർത്ത്. കാരണം ഈ ബക്കറ്റ് പിരിവ്, ആ പിരിവ് ഈ പിരിവ് എന്ന് പറഞ്ഞ് രസീതില്ലാത്ത പല പിരിവുകളും നടത്തി അതിൽ നിന്ന് പണം ലക്ഷങ്ങൾ ഉണ്ടാക്കുന്ന സമ്പ്രദായമാണല്ലോ നിങ്ങളുടെ പാർട്ടിയിലുള്ളത്. ഈ കാര്യം ഇങ്ങനെ ഒക്കെയുള്ള ചിന്തയുള്ള കുറേ നേതാക്കന്മാരല്ലേ സ്ഥാനത്തിരുന്നാൽ ഏതൊരു സ്ഥാനത്ത് കയറി പറ്റിയാൽ അതിൽ കൂടി സമ്പത്തുണ്ടാക്കാം എന്ന് ഒക്കെ കരുതി ഇരിക്കുന്ന കുറേ വിശ്വാസികൾ നിങ്ങളോടൊപ്പം നിന്നു. ബാക്കിയുള്ളവർ, നിങ്ങളുടെ പാർട്ടിയുടെ കടുത്ത ആരാധകരായിട്ട് ഉള്ള വിശ്വാസികൾ പോലും അന്നത്തെ സംഭവത്തോടുകൂടി നിങ്ങളുടെ പ്രസ്ഥാനത്തിനോട് നമസ്കാരം പറഞ്ഞ് ഇറങ്ങിപ്പോയ ആൾക്കാരാണ്. അങ്ങനെയുള്ളവരെ കൂടി പറ്റിക്കാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താലും അതിനൊരു ഫലം ഉണ്ടാകുകയില്ല എന്നുള്ള കാര്യം നിങ്ങളുടെ സർക്കാർ സംരക്ഷണയിൽ നല്ല സർക്കാർ നടത്തിയ അയ്യപ്പ സംഗമം തെളിയിച്ചു തന്നു. അത് അതിനോടൊപ്പം നിന്ന് ഒട്ടി നിന്ന് പ്രവർത്തിച്ച സമുദായ സംഘടനകൾക്കും ഉള്ള മുന്നറിയിപ്പാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതായത് NSS,
SNDP എന്നീ സമുദായങ്ങളുടെ അവർ രണ്ടുപേരും മറ്റേ ആ സംഗമത്തിൽ പങ്കെടുത്തുള്ളൂ. ബാക്കിയുള്ള വിശ്വാസ സമൂഹം മൊത്തം, ജാതി സംഘടനകൾ, സമുദായ സംഘടനകൾ മൊത്തം ബഹിഷ്കരിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക, ഇവർ ഉണ്ടെങ്കിലും സർക്കാരിൻ്റെ എന്ത് തോന്നിവാസത്തിനും അല്ലെ ഏത് കാര്യത്തിനും കൂട്ടുനിന്നാൽ, ഇവർ രണ്ടുപേരും കൂട്ടുനിന്നാലും ആ സമുദായം പോലും അതിനൊപ്പം ഇല്ല എന്ന് തെളിയിക്കുന്ന സംഗമമായിരുന്നു പമ്പയിൽ നടന്ന സംഗമം. ഇനിയെങ്കിലും ഈ സ്വന്തം വിശ്വാസികളെ, അണികളെ ചതിച്ച ഒരു നേതാവുണ്ട്. മറ്റാരുമല്ല, NSSൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ നായർ. അദ്ദേഹം സ്വന്തം സമുദായത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തെ വിശ്വസിച്ച് നേരത്തെ വിശ്വാസ സംരക്ഷണത്തിനായി അല്ലെ ശബരിമല ആചാര സംരക്ഷണത്തിനായി ഇറങ്ങി പുറപ്പെട്ട് കേസിലുൾപ്പെട്ട് ഉഴലുന്ന സ്വന്തം സമുദായത്തിലുള്ള ആൾക്കാരെ വഞ്ചിച്ച് ഇപ്പോൾ സർക്കാരിൻ്റെ സംഗമത്തിൽ പങ്കെടുത്ത ഒരു മാന്യ ദേഹമാണ് സുകുമാരൻ നായർ. അദ്ദേഹത്തിൻ്റെ കരണത്തേറ്റ അടിയാണ്, അദ്ദേഹത്തിൻ്റെ സമുദായാംഗങ്ങൾ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ കരണത്തിന് കൊടുത്ത അടിയാണ് ഇന്നലെ പന്തളത്ത് നടന്ന വിശ്വാസി സംഗമം. സുകുമാരൻ നായർ സർക്കാർ നടത്തിയ സംഗമത്തിൽ ഉപാധികളൊന്നുമില്ലാതെ, അതായത് സ്വന്തം സമുദായത്തിൽപ്പെട്ടവർക്ക് നേരെ എടുത്ത കേസുകൾ പോലും, കള്ളക്കേസുകൾ പോലും, മറ്റൊന്നിനുമല്ല, അവർ മോഷ്ടിക്കാനോ പിടിച്ചു പറിക്കാനോ അടിപിടിക്കൊന്നും പോയി എടുത്ത കേസുകളല്ല. സർക്കാർ ശബരിമലയെ നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ, പിണറായി സർക്കാർ അതിന് തയ്യാറായപ്പോൾ അതിനെതിരെ നാമം ജപിച്ച് പ്രതിഷേധിച്ച നായർ സമുദായം ഉൾപ്പെടെയുള്ളവരെ, അതും കൂടുതലും നായർ സമുദായക്കാർ നമ്മുടെ സുകുമാരൻ നായരുടെ വാക്ക് കേട്ട് ഇറങ്ങി നാമം ജപിച്ച് പ്രതിഷേധിച്ചവരുണ്ട്, അവർക്കെതിരെയും കേസുണ്ട്. അങ്ങനെ എടുത്ത കേസുകൾ പിൻവലിക്കാൻ ആവശ്യപ്പെടാതെ സർക്കാർ പറഞ്ഞ സംഗമത്തിൽ പങ്കെടുത്ത്, ഒരു ഉപാധിയില്ലാതെ പങ്കെടുത്ത് സമുദായത്തെ നാണം കെടുത്തിയ സുകുമാരൻ നായരുടെ ചെകിടിനും കിട്ടിയ ശക്തമായ അടിയാണ്, സമുദായാംഗങ്ങൾ കൊടുത്ത അടിയാണ് ഇന്നലെ പന്തളത്തെ വിശ്വാസ സംഗമത്തിൽ നമ്മൾ കണ്ടത്. ഇനിയെങ്കിലും സുകുമാരൻ നായരെ പോലുള്ളവർ മനസ്സിലാക്കി തെറ്റ് തിരുത്താൻ തയ്യാറാകുമോ എന്നുള്ള കാര്യം നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം ഇവരെ പോലുള്ളവരുടെ ലക്ഷ്യം ആചാര സംരക്ഷണമോ സമുദായ സ്നേഹമോ ഒന്നുമല്ല, സ്വന്തം താല്പര്യ സംരക്ഷണം. അതിനുവേണ്ടി സമുദായാംഗങ്ങളെ ഏതൊക്കെ രീതിയിൽ വിനിയോഗിക്കാം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ഇപ്പോൾ തന്നെ പറയുന്നത്, മഹാനായ മന്നത്ത് പത്മനാഭൻ ഈ പ്രസ്ഥാനം കെട്ടിപ്പടുത്തു, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് ആരെയും ഇതിനകത്തിൽ കൊണ്ട് പ്രതിഷ്ഠിച്ചില്ല, ആരെ അതിൻ്റെ ഭാഗഭാക്കാക്കിയില്ല. പക്ഷേ സുകുമാരൻ നായരുടെ കാലം എത്തിയപ്പോൾ എന്താണ് ചെയ്യുന്നത്? അദ്ദേഹം ഈ സംഘടനയെ അദ്ദേഹത്തിൻ്റെ കുടുംബസ്വത്താക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇതിന് നിരവധി സ്ഥാപനങ്ങളുണ്ട്. ഇതൊരു കമ്പനിയായിട്ട് നിരവധി സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. ഒരു കൂട്ടം സ്ഥാപനങ്ങളും മകളുടെ ഉത്തരവാദിത്വത്തിലും, വേറെ ഒരു കൂട്ടം സ്ഥാപനങ്ങൾ മകൻ്റെ ഉത്തരവാദിത്വത്തിലും. കാരണം അവർക്ക് രണ്ടുപേർക്കും കൈയിട്ട് വരാനുള്ള, അത് ഇന്ന് സമ്പാദിക്കാനുള്ള സംവിധാനം ഒരുക്കി വെച്ചിരിക്കുന്നു. ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്, അദ്ദേഹത്തിൻ്റെ മകളെ ഇനി ജനറൽ സെക്രട്ടറി ആക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തോ ഒരു ഗതികെട്ട ഒരു സംഘടനയായിപ്പോയി. കുടുംബത്തിന് വേണ്ടി മഹാനായ ഭാരതകേസരി മന്നത്ത് പത്മനാഭൻ രൂപീകരിച്ച് വളർത്തിക്കൊണ്ടുവന്ന ഈ സംഘടനയെ കുടുംബത്തിൻ്റെ സ്വത്താക്കി മാറ്റുന്ന സുകുമാരൻ നായരെ അംഗീകരിക്കുന്ന സമുദായത്തിന് ഇതല്ല, ഇതിനപ്പുറവും സംഭവിക്കും എന്നുള്ളതാണ് ആ കഴിഞ്ഞ അയ്യപ്പ ധർമ്മ സംരക്ഷണത്തിനായി നമ്മൾ 2018 ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട് നാമജപമായിട്ട് ഇറങ്ങിയ ജനങ്ങൾക്ക് നേരെ പിണറായി സർക്കാർ എടുത്ത കള്ളക്കേസുകൾ. എത്രയോ അമ്മമാരും
സഹോദരിമാരും കേസിൽപ്പെട്ടില്ലെന്നുണ്ട്. എത്രയോ ചെറുപ്പക്കാർ, കുഞ്ഞുങ്ങൾ ജോലിക്ക് പോകാൻ കഴിയാതെ കേസിൽപ്പെട്ട് ഒഴിയുന്നുണ്ട്. ഇതൊന്നും സുകുമാരൻ നായർക്ക് പ്രശ്നമല്ലായിരുന്നു. അദ്ദേഹം സർക്കാരിൻ്റെ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തു. അത് ഭഗവാൻ കൊടുത്ത ശിക്ഷ തന്നെയാണെന്ന് കരുതുക. ഇന്നലെ ഈ പന്തളത്ത് നടന്ന അയ്യപ്പ സംഗമത്തിലെ ഇത്രമാത്രം വിശ്വാസികളുടെ പങ്കാളിത്തം, നായർ സമുദായം ഉൾപ്പെടെയുള്ള സമുദായങ്ങളിൽ നിന്നുള്ള വിശ്വാസികളാണ് ഇത് പങ്കെടുത്തത്. പക്ഷേ ഉപാധി NSS അതിനതിൽ പങ്കെടുത്തുമില്ല, അതിന് പുറംതിരിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ സത്യം. അതേപോലെ തന്നെ നമ്മൾക്ക് ദുഃഖം തോന്നുന്ന ഒരു സംഭവമാണ് പന്തളം കൊട്ടാരത്തിൻ്റെ ഈ ഇതുമായിട്ട് സഹകരിക്കാതിരുന്ന ആ ഒരു കാര്യം തന്നെ. ആദ്യമായിട്ട് ശബരിമലയെ സംരക്ഷിക്കാൻ, ആചാരം സംരക്ഷിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയത് പന്തളം കൊട്ടാരമാണ്. അവരാണ് നാമജപ ഘോഷയാത്രയ്ക്ക് ആഹ്വാനം ചെയ്തതും. അതേ തുടർന്നാണ് മറ്റ് സംഘടനകളെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് രംഗത്തിറങ്ങിയത്. അവർ പോലും അവരുടെ മണ്ണിൽ വെച്ച് ഇങ്ങനെ ഒരു വിശ്വാസി സംഗമം നടത്തിയപ്പോൾ അതിൽ കൊട്ടാര നിർവാഹക സംഘം അല്ലെങ്കിൽ പന്തളത്തെ വലിയ തമ്പുരാൻ്റെ ഒരു പ്രതിനിധീകരിച്ചു ആരും പങ്കെടുക്കാതിരുന്നത് വിശ്വാസികൾക്ക് വളരെയേറെ ദുഃഖമുണ്ടാക്കുന്ന കാര്യമാണ്. ഇപ്പോഴാണ്, ഈ സാഹചര്യത്തിലാണ് ഈ കഴിഞ്ഞ കൊട്ടാര നിർവാഹക സംഘത്തിൻ്റെ കഴിഞ്ഞ ഭരണസമിതിയുടെ പ്രസിഡൻറ്റിനെയും അതിൻ്റെ സെക്രട്ടറിയെയും നമ്മൾക്ക് ഓർമ്മ വരുന്നത്. ആ സെക്രട്ടറി നാരായണവർമ്മ ചേട്ടൻ ഇപ്പോൾ കഴിഞ്ഞ വിശ്വാസി സംഗമത്തിന്, ഇന്നലെ കഴിഞ്ഞ വിശ്വാസി സംഗമത്തിൻ്റെ സ്വാഗത സംഘം ചെയർമാനായിരുന്നത് കൊട്ടാര നിർവാഹക സംഘത്തെ പ്രതിനിധീകരിച്ചല്ല. അദ്ദേഹം ഈ ഒരു വിശ്വാസി സംഗമത്തിൻ്റെ സ്വാഗത സംഘം ചെയർമാനായത് ഒരു വിശ്വാസി എന്ന നിലയ്ക്കാണ്, അല്ലാതെ പന്തളം കൊട്ടാരത്തിനെ പ്രതിനിധീകരിച്ചല്ല. അപ്പോഴാണ് നമ്മൾ ആലോചിക്കേണ്ടത്, ഈ മുൻ പ്രസിഡന്റ് ശശിവർമ്മ ചേട്ടനും അദ്ദേഹത്തോടൊപ്പം സെക്രട്ടറിയായി പ്രവർത്തിച്ച നാരായണവർമ്മ ചേട്ടനും കൂടെ ചേർന്നാണ് ഈ നാമജപ ഘോഷയാത്രയ്ക്ക് അന്ന് ആഹ്വാനം ചെയ്തതും ഇത്രമാത്രം വലിയ സംഭവമായതും. എന്നാൽ ശശിവർമ്മ ചേട്ടനെ നമ്മൾ പ്രതീക്ഷിച്ചതുപോലും അല്ല ഇങ്ങനെ ഭഗവാന്റെ കാര്യത്തിനായി ഇത്രമാത്രം മുന്നിട്ടിറങ്ങുമെന്ന്. നാരായണവർമ്മ ചേട്ടൻ്റെ കാര്യം നമുക്കറിയാം. അദ്ദേഹം ചെറുപ്പം തൊട്ടേ ഇതേപോലുള്ള കാര്യങ്ങൾക്ക്, സനാതനധർമ്മ സംരക്ഷണ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ആളാണെന്നുള്ള കാര്യം ചെറുപ്പകാലം തൊട്ട് തന്നെ. അന്ന് ആ പന്തളം കൊട്ടാരത്തിലെ ബഹുഭൂരിപക്ഷവും കമ്മ്യൂണിസവും ായിട്ട് നടന്ന സമയത്തും അതിൽ നിന്നും വ്യതിചലിച്ച് വിശ്വാസത്തോടൊപ്പം നിലകൊണ്ട് പ്രവർത്തിച്ച ആളാണ് നാരായണവർമ്മ ചേട്ടൻ. അത് ആ ഒരു നിലയിലാണ് അദ്ദേഹം വിശ്വാസി സംഗമത്തിൻ്റെ സ്വാഗത സംഘം ചെയർമാനായത്. എന്നാൽ ശശിവർമ്മ ചേട്ടൻ്റെ കാര്യം അങ്ങനെ ആയിരുന്നില്ല. അദ്ദേഹം കറതീർന്ന മാർക്സിസ്റ്റുകാരനായിരുന്നു. പാലൊളി മുഹമ്മദ് കുട്ടി എന്ന മന്ത്രിയുടെ സ്റ്റാഫിൽ വരെ അതിൽ പ്രധാനിയായിരുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. ഗവൺമെൻറ്റിന്, കമ്മ്യൂണിസ്റ്റുകൾക്ക് അത്രമാത്രം വിശ്വാസവും താല്പര്യവും ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ശശിവർമ്മ ചേട്ടൻ. പക്ഷേ ശബരിമലയ്ക്കെതിരെ, വിശ്വാസികൾക്കെതിരെ സർക്കാർ നീങ്ങിയപ്പോൾ അദ്ദേഹം രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് വിശ്വാസികൾക്കൊപ്പം നിലയുറപ്പിച്ചു. അതാണ് ഈ മഹത്വം എന്ന് പറഞ്ഞ് ശശിവർമ്മ ചേട്ടനോടൊപ്പം തന്നെ നാരായണവർമ്മ ചേട്ടനും രണ്ടുപേരും രണ്ട് ധ്രുവത്തിൽ പ്രവർത്തിച്ചവരായിട്ട് കൂടി ഈ ഒരു വിശ്വാസികളുടെ കാര്യവും ശബരിമലയുടെ കാര്യവും അയ്യപ്പൻ്റെ കാര്യവും വന്നപ്പോൾ അവരുടെ രാഷ്ട്രീയ ചിന്തകളും മാറ്റി വെച്ചുകൊണ്ട് അവർ ഒരുമിച്ച് നിന്ന് നയിച്ചു. അങ്ങനെയാണ് ശബരിമലയ്ക്ക് നേരെയുള്ള സർക്കാരിൻ്റെ ആ കടന്നുകയറ്റത്തെ തടയിടാൻ സാധിച്ചത്. ആ സ്ഥാനത്ത് അവർക്ക് ശേഷം വന്ന്, അന്നും ആ ഭരണസമിതിയിലും
സർക്കാരിന് അനുകൂല നിലപാടെടുക്കുന്ന കറതീർന്ന കമ്മ്യൂണിസ്റ്റുകാരുണ്ടായിട്ട് കൂടി ഈ കൊട്ടാര നിർവാഹക സംഘ വിശ്വാസികൾക്കൊപ്പം നിലയുറപ്പിച്ച കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്നാൽ അവർക്ക് ശേഷം വന്ന് ഈ കൊട്ടാരം ഭാരവാഹികൾ ഇതിനെതിരെ വിശ്വാസികൾക്കെതിരായിട്ടുള്ള നിലപാടെടുത്തു എന്ന് പറയുന്നില്ല. അവർ വിശ്വാസികൾക്ക് അനുകൂലമായിട്ടും ഉള്ള നിലപാട്, എതിരായിട്ടുമുള്ള നിലപാടെന്നുള്ള രീതിയിലാണ് അവർ നിലയുറപ്പിച്ചത്. കാരണം സർക്കാർ നടത്തിയ അയ്യപ്പ സംഗമത്തിൽ അവർ പങ്കെടുത്തില്ല. അവർ നേരത്തെ പറഞ്ഞിരുന്നു, നിലപാട് വ്യക്തമാക്കിയിരുന്നു. അന്ന് വിശ്വാസ സംരക്ഷണത്തിന് ഇറങ്ങിയവരുടെ അവർക്ക് നേരെ എടുത്ത കേസുകൾ പിൻവലിച്ചാൽ അവർ പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞ് അതാണ് ആദ്യം വേണ്ടതെന്ന് പറഞ്ഞു. ശരി, സമ്മതിച്ചു. അതുകൊണ്ട് അവർ പങ്കെടുക്കുകയില്ല എന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ വിശ്വാസികൾ ചേർന്ന് ഇവിടെ ഒരു സംഗമം നടത്തിയപ്പോൾ അതിലവർ പങ്കെടുക്കാൻ തയ്യാറാകാതിരുന്നതാണ് ഏറ്റവും ഖേദകരമായിട്ടുള്ളത്. അതിനവർ കാരണം പറയുന്നുണ്ട്. അത് കൊട്ടാരത്തിൽ 2 മരണങ്ങൾ ഉണ്ടായതുകൊണ്ട്, അതുകൊണ്ട് ഞങ്ങൾ സർക്കാരിൻ്റെ സംഗമത്തിലും പങ്കെടുക്കുന്നില്ല, വിശ്വാസികളുടെ സംഗമത്തിലും പങ്കെടുക്കുന്നില്ല. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സർക്കാരിൻ്റെ സംഗമത്തിൽ പങ്കെടുക്കാതിരുന്നത് ഈ മരണം നടന്നതുകൊണ്ടാണ് എന്നുള്ള ഒരു ധ്വനിയിലാണ് അവർ പറഞ്ഞത്. അതായത് അങ്ങനൊരു മരണം നടന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അവർ പങ്കെടുക്കുമായിരുന്നു എന്നുള്ള രീതി, അതിലും പങ്കെടുക്കുമായിരുന്നു ഇതിലും പങ്കെടുക്കുമായിരുന്നു എന്നുള്ള രീതിയിലാണ് ആ ഒരു പ്രസ്താവന വന്നത് നിർവാഹക സംഘത്തിൻ്റെ ഇപ്പോഴത്തെ ഭാരവാഹികൾ. അതിനകത്തിൽ നമുക്കറിയാതെ അവരങ്ങനെ ചെയ്തത് ചിലപ്പം ഭയം കൊണ്ടാകാം. കാരണം തിരുവാഭരണം സർക്കാർ പിടിച്ചടക്കുമോ എന്നുള്ള ഒരു ഭയം കാണും. ആചാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ് തിരുവാഭരണം, ഘോഷയാത്രയല്ല. ആ ഭയം കൊണ്ടാകാം. അതോടൊപ്പം തന്നെ ഈ സംഘത്തിൽ ഉള്ള കമ്മ്യൂണിസ്റ്റുകളുടെ CPM-കാരുടെ സ്വാധീനം കൊണ്ടാകാം. ഈ സംഘടനയിൽ തന്നെ പ്രമുഖ സ്ഥാനം വഹിക്കുന്ന ഒരാൾ കറതീർന്ന കമ്മ്യൂണിസ്റ്റ് ആണ്, CPM ആണ്. കാരണം ഈ സംഭവം നടന്ന് ഈ വനിതാ മതിലും കെട്ടി ശബരിമലയ്ക്കെതിരെ പ്രവർത്തിച്ച് ആ പാർട്ടിക്ക് വേണ്ടി തൊട്ടടുത്ത് നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ കൊട്ടാര നിർവാഹക സംഘത്തിലും മറ്റുള്ളവർ എതിർത്ത് ഈ വിശ്വാസികൾക്കൊപ്പം നിന്നപ്പോഴും അവരുടെ രാഷ്ട്രീയം മാറ്റി വെച്ച് അവർ അതിന് പ്രവർത്തിക്കാൻ മാറി നിന്നപ്പോഴും ഇതിനകത്തിലെ കൊട്ടാര നിർവാഹക സംഘത്തിൻ്റെ പ്രമുഖ സ്ഥാനം വഹിച്ചിരുന്ന ആൾ CPM-ന് വേണ്ടി വോട്ട് പിടിക്കാൻ വേണ്ടി വീടാന്തരം കയറി ഇറങ്ങിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, അങ്ങനെയുള്ളവർ ആത്മാർത്ഥത ഒരിക്കലും വിശ്വാസികൾക്കൊപ്പമോ അല്ലെങ്കിൽ സ്വന്തം കൊട്ടാരത്തിനൊപ്പമോ ആയിരിക്കുകയില്ല, അവർ വിശ്വസിക്കുന്ന രാഷ്ട്രീയത്തോടൊപ്പം ആയിരിക്കാം എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. അതേപോലുള്ളവരായിരിക്കാം ഇപ്പോഴത്തെ ഭാരവാഹികൾ എന്നുള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർ വിട്ടു നിന്നത്, അല്ലെങ്കിൽ ഭയം കൊണ്ടായിരിക്കാം. പക്ഷേ അവരൊന്ന് ചിന്തിക്കണമായിരുന്നു, അവർ എത്രമാത്രം എതിർത്താലും വിശ്വാസികളൊപ്പം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ തിരുവാഭരണമല്ല എല്ലാ കാര്യങ്ങളും സർക്കാർ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകളാണ് ഭരിക്കുന്നത്, അവർക്ക് അങ്ങനെയുള്ള മാന്യതയോ നോട്ടമോ മറ്റുള്ളവരെ ബഹുമാനിക്കുന്ന സ്വഭാവവും ഇല്ലാത്തതുകൊണ്ട് അതിനുദാഹരണമാണ് ഗുരുവായൂരെ പാർത്ഥസാരഥി ക്ഷേത്രം. അത് തകർന്ന് നാശോന്മുഖമായി നശിച്ചു കിടന്ന ക്ഷേത്രം വിശ്വാസികൾ ചേർന്നത് പുനരുദ്ധരിച്ച് ക്ഷേത്രമാക്കി കൊണ്ടുവന്നപ്പോൾ അത് പോലീസിനെ വിട്ട് വിശ്വാസികളെ തല്ലിച്ചതച്ച് അവരങ്ങ് ഏറ്റെടുക്കുകയായിരുന്നു ചെയ്തത്. ദേവസ്വം ബോർഡ്, മലബാർ ദേവസ്വം ബോർഡ്, പിണറായിയുടെ സർക്കാരാണ് അത് ചെയ്തത് എന്ന് പറഞ്ഞതിൻ്റെ കൂട്ടായിരിക്കും ഇവർ എത്ര എതിർത്തെന്ന് പറഞ്ഞാലും തിരുവാഭരണമല്ല എന്തുവാണെങ്കിലും കൊട്ടാരത്തിൽ കയറി പോലീസ് എടുത്തുകൊണ്ട് പോകും. കൊട്ടാരത്തിൽ ഈ പിണറായി പറഞ്ഞു കഴിഞ്ഞാൽ കൊട്ടാരത്തിലുള്ളവരെ അടിച്ച് ഒതുക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ ഈ പോലീസ് ഈ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോകും. അതാണ് ഈ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൻ്റെ പ്രത്യേകത. അത് സംഭവിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അയ്യപ്പനോടുള്ള വിശ്വാസം, പന്തളം കൊട്ടാരത്തോടുള്ള ആ ബഹുമാനവും സ്നേഹവും വിശ്വാസവും ഉള്ള ലക്ഷക്കണക്കിന് ഭക്തരാണ് ലോകം മൊത്തം ഉള്ളത്. അവരോടുള്ള ഭയം കാരണമാണ് കുറച്ചൊക്കെ ഈ സർക്കാർ അനങ്ങാതിരിക്കുന്നത്.
ഇങ്ങനെങ്ങാണ് എന്തെങ്കിലും ഒരു നീക്കം നടത്തിയാൽ ഈ ഭക്തർ തെരുവിലിറങ്ങുമെന്നുള്ള ഭയം കൊണ്ട് മാത്രമാണ് സർക്കാർ ഇതിനൊന്നും മുതിരാത്തതെന്നുള്ള കാര്യം കൊട്ടാരം മറന്നുപോയി. അല്ലെങ്കിൽ ബോധപൂർവം ഈ കമ്മ്യൂണിസ്റ്റുകാരെ എപ്പോഴും അന്തം കമ്മികളായിട്ടുള്ള കൊട്ടാരത്തിൻ്റെ ഭാരവാഹികൾ മനഃപൂർവ്വം മറന്നുപോയി എന്നുള്ളതാണ് സത്യത്തിൽ അത് യാഥാർത്ഥ്യം. അതിൽ നമുക്ക് വിശ്വാസികൾക്ക് ഒരു വിഷമവുമില്ല. കാരണം അതിനേക്കാട്ടിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നതാണ് ഇന്ന് ഉള്ളതിൽ കൊട്ടാരത്തിലെ അത്രമാത്രം ആത്മീയ തേജസ് എന്ന് തന്നെ നമുക്ക് പറയാം. ജ്വലിക്കുന്ന മുൻ സെക്രട്ടറി നമ്മുടെ നാരായണവർമ്മ ചേട്ടൻ അതിൻ്റെ സ്വാഗത സംഘം ചെയർമാനായി ഇന്നലെ നടന്ന ആ സമ്മേളനത്തിന് അധ്യക്ഷനായി ഇരുന്നു കൊണ്ട് ആ സമ്മേളനത്തെ ധന്യമാക്കുകയാണ് ചെയ്തത്. അനുഗ്രഹം, ഭഗവാന്റെ അനുഗ്രഹം, അയ്യപ്പൻ്റെ അനുഗ്രഹം ആ സമ്മേളനത്തിന് എത്തിക്കുകയായിരുന്നു ചെയ്തത്. അതുകൊണ്ട് നമുക്ക് ആ ഒരു കാര്യത്തിൽ ഭഗവാന്റെ അനുഗ്രഹം പൂർണ്ണമായി ഉണ്ടായിരുന്നു എന്ന് നമ്മൾക്ക് വിശ്വസിക്കാം. ഇനിയെങ്കിലും ഈ സ്വന്തം അണികളെ ചതിച്ച ഈ ഇത്തരം നേതാക്കന്മാർ, പിണറായിയുടെ കാര്യം അറിയാം. അദ്ദേഹം സർക്കാരിൻ്റെ ഭാഗമാണ്. അദ്ദേഹം ഇരട്ട ചങ്കനല്ല, ഇരട്ട മുഖമുള്ള ഒരാളാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. സുകുമാരൻ നായരെ പോലുള്ളവർ ഇനിയെങ്കിലും മനസ്സിലാക്കുക, നിങ്ങൾ സ്വന്തം അണികളെ തള്ളിപ്പറഞ്ഞാലും ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നാളെ നിങ്ങളെ തള്ളിപ്പറയാൻ, നിങ്ങളുടെ ആസ്ഥാനത്ത് കയറി നിങ്ങൾക്ക് ഇതിനൊക്കെ മറുപടി പറയാൻ ഈ സമുദായ അംഗങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഈ ചതി ഇനിയെങ്കിലും ആവർത്തിക്കുക. നിങ്ങൾ സ്വന്തം സമുദായത്തെ വിശ്വസിക്കുന്ന നിങ്ങൾ, സ്വന്തം കുടുംബത്തിന് വേണ്ടി സ്വന്തം സമുദായത്തെ ചതിക്കുന്ന നിങ്ങൾ ഏതർത്ഥത്തിൽ ഈ ഒരു സമുദായ നേതാവായിട്ട് നിങ്ങളെ കരുതാൻ കഴിയും? നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരെ എല്ലാം നിങ്ങൾ ചവിട്ടുപടിയാക്കിക്കൊണ്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ അണികളോ അല്ലെങ്കിൽ വിശ്വാസികളോ നിങ്ങളോടൊപ്പം ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യം. അവരൊരു അവസരം നോക്കിയിരുന്ന് നേരിട്ട് തന്നെ, ഇന്നലെ ഈ ഇൻഡയറക്റ്റായിട്ട് നിങ്ങളുടെ കരണത്തിന് അടി തന്നിട്ടുണ്ടെങ്കിൽ ഇനി നേരിട്ട് തന്നെ നിങ്ങൾക്കത് തരും. അതിന് നിങ്ങൾ കാത്തിരിക്കുക, നിങ്ങൾ അത് പ്രതീക്ഷിച്ച് മാത്രം ഇരിക്കുക എന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ. കാരണം അത്രമാത്രം ദ്രോഹമാണ് നിങ്ങൾ വിശ്വാസികളോടും സ്വന്തം സമുദായത്തിലുള്ളവരോടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം ഒരു മറുപടി കാലം തരും. ഭഗവാൻ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ എന്നും നിങ്ങൾക്കൊരു രക്ഷാകവചം ഉണ്ടാകും എന്ന് കരുതില്ല. പിന്നെ നിങ്ങളുടെ ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് സന്തോഷമുണ്ട്. എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ആചാര്യൻ്റെ സമാധിയിൽ നിങ്ങൾ പിയൂണായിട്ട് ജോലി ചെയ്ത കാലം തൊട്ട് നിങ്ങൾ ചെയ്യുന്ന, ഇപ്പോൾ ജനറൽ സെക്രട്ടറി ആയപ്പോഴും മുടങ്ങാത്ത ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ഞാൻ നിങ്ങളെ അംഗീകരിക്കുന്നത്. അതായത് മന്നസമാധിയിൽ വിളക്ക് കൊളുത്തുന്നത് മാത്രം, അന്ത്യത്തിരി കൊളുത്തുന്നത് മാത്രം നിങ്ങൾ അത് മുടക്കിയിട്ടില്ല. ആ ഒരു കാര്യം മാത്രം എനിക്ക് നിങ്ങളോട് വളരെ ബഹുമാനമാണ്. കാരണം അത് മുടക്കി ഇത്രയും വലിയ പിയൂണായിട്ടിരിക്കുമ്പോൾ ചെയ്ത ആ ഒരു, നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ ഓച്ഛാനിച്ച് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്ത ആ കർമ്മം ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ മറ്റുള്ളവർ ഓച്ഛാനിച്ച് നിൽക്കുന്ന സമയത്തും മുടക്കാതെ നിങ്ങൾ തന്നെ അത് ഏറ്റെടുത്ത് നടത്തുന്നതിൽ ആ ഒരു കാര്യത്തിൽ മാത്രം ഞാൻ താങ്കളെ ബഹുമാനിക്കുന്നു. പക്ഷേ സമുദായത്തിനെ അല്ലെ വിശ്വാസികളെ ഈ രീതിയിൽ വഞ്ചിച്ചത്, ചതിച്ചത്, ഒറ്റുകൊടുത്തത് സമുദായം ഒരിക്കലും മറക്കുകയില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്.